ശ്രീകുമാർ, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യമാണ് എന്ന് പറയാൻ കഴിയില്ല. ഈ സർക്കാർ അധികാരത്തിലെത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ സർക്കാരിന് കീ പോസ്റ്റുകളിലേക്ക് ആളുകളെ നിയോഗിക്കേണ്ടതുണ്ട്. ഗവർണർക്ക് റോളുള്ള നിയമനങ്ങളുടെ കാര്യം എടുത്താൽ ഇപ്പോൾ എല്ലാ സർവകലാശാലകളിലേക്കും സംഘപരിവാർ ബന്ധുത്വമുള്ള ആളുകളെ നിയോഗിക്കുകയാണ്. MG യൂണിവേഴ്സിറ്റിയുടെ കാര്യം ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൂടി അങ്ങനെ വരികയാണ് എങ്കിൽ, നേരത്തെ ചോദിച്ചതുപോലെ അല്ലെങ്കിൽ ഇവിടെ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ 3 MLA-മാരുള്ള പാർട്ടി കേരളം പരോക്ഷമായി ഭരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തില്ലേ? അപ്പോൾ PM നിയാസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ PM നിയാസിൻ്റെത് മാത്രം എന്ന് തള്ളാൻ കഴിയുമോ? നോക്കൂ ശ്രീ അഭിലാഷേ, PM നിയാസ് അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞതിൽ യാതൊരു മാറ്റവുമില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണത്. അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണം കാണും. അത് അദ്ദേഹത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു രാഷ്ട്രീയ അംശമാണെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ CPM-ന്റെ പ്രതിനിധി ശ്രീ അരുൺകുമാർ പറഞ്ഞത് ഇതിനെ ന്യായീകരിക്കാൻ കുറെ കഷ്ടപ്പെട്ടുന്ന. ഇതിൽ ന്യായീകരണത്തിന്റെ പ്രശ്നമില്ല ശ്രീ അരുൺകുമാർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നിയമനം ആയിട്ടില്ല, ഒരു മന്ത്രിസഭയുടെ ശുപാർശ വന്നിരിക്കുന്നു. ആ ശുപാർശ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമാകുന്നതിന് മുമ്പേ ഒരു വിവാദമായിട്ട് വന്നു. ഈ ചർച്ച അരോചകമാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ചർച്ചയല്ല, ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ അരോചകമാണെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരാളെ ഒരു പദവിയിലേക്ക് നിയോഗിക്കുമ്പോൾ ആ ആളുടെ പൂർവ്വകാല രാഷ്ട്രീയം ചെയ്യുന്നതും വർത്തമാനകാല രാഷ്ട്രീയം ചെയ്യുന്നതും അല്ല കാര്യം. ആ ആൾ നിയമിക്കപ്പെടുന്ന ആളോട് വിധേയത്വമുണ്ടോ? മുഖ്യമന്ത്രി നിയമിക്കുകയാണെങ്കിൽ, മന്ത്രിസഭ നിയമിക്കുകയാണെങ്കിൽ അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് അദ്ദേഹം നിർവഹിക്കുന്നുണ്ടോ എന്നൊരു മന്ത്രിസഭയ്ക്ക് തോന്നിയാൽ ആ പ്രശ്നം കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇതിൽ BJP ഒക്കെ കൊണ്ടുവരുന്ന രാഷ്ട്രീയമാണ്. അത് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം എന്ത് വന്നാലും BJP RSS ബന്ധം ആരോപിക്കുക എന്നുള്ളതാണ് CPM-ന്റെ ഒരു ലൈൻ. അതിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, അവരുടെ രാഷ്ട്രീയം മാത്രം. CPM അല്ലല്ലോ ഉന്നയിച്ചത്, കോൺഗ്രസിനകത്ത് നിന്നാണ് BJP ബന്ധം എന്ന ആരോപണം വന്നത്. BJP-യുടെ താല്പര്യമായിരുന്നു എന്ത് വന്നാലും ഇദ്ദേഹത്തെ ഈ പദവിയിൽ ഇരുത്തുക എന്നുള്ളത് എന്ന് PM നിയാസ് പറയുന്നത് നമ്മൾ അല്പം മുമ്പ് കേട്ടതല്ലേ? അല്ല, ഇദ്ദേഹത്തെ ഈ ശേഷാദ്രിനാഥനെ മാറ്റുന്നതിലുള്ള പ്രശ്നമല്ല എനിക്കുള്ളത്. ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ ആ ആളുടെ രാഷ്ട്രീയം വെച്ചുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പഠിക്കുന്ന കാലത്തും അതിനുശേഷമുള്ള പല രാഷ്ട്രീയങ്ങളാണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തെ നിയമിച്ചാലും നിയമിച്ചില്ലെങ്കിലും ഒരു മന്ത്രിസഭയുടെ തീരുമാനം വരുമ്പോൾ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലെ അരോചകത്വമാണ് അവിടെ തുറന്നു കാണിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ചോദ്യമേ ഉള്ളൂ തിരിച്ച് ശ്രീ അഭിലാഷേ. അതായത് പെരിയ ഇരട്ടക്കൊല കേസിലെ വിധി പറഞ്ഞ ആളാണ് ഈ ശേഷാദ്രിനാഥൻ. അത് സംശയമില്ലാത്ത കാര്യമല്ലേ? അപ്പൊ പെരിയ ഇരട്ടക്കൊല കേസിൽ വിധി പറഞ്ഞ ആളെ കോൺഗ്രസ് സർക്കാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് വെച്ചു എന്നാണ് CPM പറയുന്നത് ഞാൻ ധരിച്ചത്. പക്ഷെ അവരത് സംഘപരിവാറിലേക്ക് മാറ്റി. എന്താ കാരണം? അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കോൺഗ്രസിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാന്നുള്ളതാ, അല്ലാണ്ട് അവർക്കൊരു രാഷ്ട്രീയ ലക്ഷ്യം അതിലില്ല. രണ്ടാമത്തെ രാഷ്ട്രീയ ഉദ്ദേശം അവർ കാണുന്നില്ല. കാരണം വെച്ചാൽ കണ്ടത് നടപ്പാവില്ല. അതിന് ഉദാഹരണം ഞാൻ പറയാം. പണ്ട് എങ്ങനെയാണെന്ന് അറിയാമോ? ഇപ്പോഴത്തെ B അശോക് ഉണ്ട്. B അശോക് പഠിക്കുന്ന കാലത്ത് ഒന്നാം തരം SFI-കാരനായിരുന്നു. അദ്ദേഹം ഇന്ന് അദ്ദേഹം ഈ ഗവൺമെന്റിനെ, പിണറായി ഗവൺമെന്റിനെ വെള്ളം കുടിപ്പിച്ച് അവസാനം UDF വന്നപ്പോൾ അദ്ദേഹത്തിന് പദവിയിൽ നിയമിച്ചു. അതിനും കേട്ട് പഴി. ഇനി അത് മാത്രമല്ല, LDF-ന്റെ കാലത്ത് അവരുടെ സാമ്പത്തിക കാര്യങ്ങളെ ഉപദേശകയായിട്ട് വെച്ചത് ഗീതാ ഗോപിനാഥനെയാണ്. ഗീതാ ഗോപിനാഥ് LDF കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്ന ഒരാളല്ല. വേൾഡ് ബാങ്കിനെ അറബിക്കടലിൽ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ ബോർഡൊക്കെ പെയിന്റ് അടിച്ച് അച്യുതാനന്ദന്റെ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ നിയമിച്ചത് ഗീതാ ഗോപിനാഥനെയാണ്. അന്ന് ഇതുപോലെ വിമർശനം ഉണ്ടായിരുന്നു. അപ്പൊ വിമർശനത്തിൽ പ്രശ്നമല്ല, പക്ഷെ ആ വിമർശിക്കുന്നതിൽ ഒരു അടിസ്ഥാനം ഉണ്ടാവണം. ആ അടിസ്ഥാനം എന്ന് പറയുന്നതാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ശേഷാദ്രിനാഥനെ മാറ്റുന്നതിന് വെക്കുക, മാറ്റിയിട്ട് ഒരാളെ വെക്കണമല്ലോ. ആ ആളുടെ പശ്ചാത്തലം തെരഞ്ഞു പോവില്ലേ? ഇവിടെ CPM-ന് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ അവർ ഇക്കാര്യത്തിലൊക്കെ ക്രിയാത്മകമായ ഒരു സമീപനം എടുക്കണം. കാരണം ഒരു ഗവൺമെന്റ് നിയമിക്കുന്നത് CPM ആണ് ആരോപണം ഉന്നയിച്ചതെങ്കിൽ അല്ലേ CPM അങ്ങനെ ചെയ്യണം, CPM ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാൻ പറ്റൂ. ഇത് ഉന്നയിക്കുന്നത്, വളരെ ശക്തമായി വാദിക്കുന്നത് കോൺഗ്രസിനകത്ത് നിന്നാണ്. അത് ഞാൻ ഉറപ്പിച്ചു പറയുന്ന ഒരു PM നിയാസ് മാത്രമല്ല താനും. PM നിയാസ് ആ വാദത്തിന്റെ കുന്തമുനിയായി, അതിന്റെ പ്രത്യക്ഷ രൂപമായി ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ വിവാദം CPM തുടങ്ങിയതോ CPM ഉന്നയിക്കുന്നതോ അല്ലല്ലോ. കോൺഗ്രസ് സ്വന്തം മന്ത്രിസഭ എടുത്ത തീരുമാനത്തിനെതിരെ BJP-യുടെ താല്പര്യമാണ് നടപ്പായത് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന അഭൂതപൂർവമായ സന്ദർഭമാണിത്. അല്ലല്ല, BJP-യുടെ താല്പര്യം എന്ന് നിയാസ് പറഞ്ഞിട്ടില്ല. ഈ വ്യക്തിയുടെ ബന്ധങ്ങളാണ് പറഞ്ഞത്, ഈ ശേഷാദ്രിനാഥന്റെ ബന്ധങ്ങളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോ നാളെ അദ്ദേഹത്തെ മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യാം. അപ്പൊ ഇതെന്താ CPM-നെ ഇതിൽ ആരോപണമായിട്ട് ഉന്നയിക്കാമല്ലോ. പെരിയ ഇരട്ടക്കൊല കേസിൽ വിധി പറഞ്ഞ ആളാണ് ശേഷാദ്രിനാഥൻ.
എന്ന് വേണേൽ നാളെ തിരിച്ചു പറയാമല്ലോ അവർക്ക്. അങ്ങനെ പറയില്ലേ? ഞാൻ പറഞ്ഞ ഒരു വ്യക്തിയെ ഇപ്പൊ ദിവ്യ എസ് അയ്യരെ നിയമിച്ചു വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റിലെ MD ആയിട്ട്. അന്നെന്താ പറഞ്ഞത്? ശബരിനാഥന്റെ ഭാര്യയെ നിയമിച്ചു എന്ന് ചില ആക്ഷേപങ്ങൾ ചില ഭാഗത്തുനിന്ന് തന്നെ, മാത്രമല്ല കോൺഗ്രസിൽ നിന്നുണ്ടായി. കാരണം ഇവർ ഈ പദവിയിലേക്ക് വരികയും അവരുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളൊക്കെ വന്നപ്പോൾ അതും പ്രശ്നമായി. ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് ഈ അരോചകമായ ചർച്ച എന്ന് ഞാൻ പറയാം, കാരണം മാതൃഭൂമി ചർച്ചയല്ല, അരോചകമായി ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ചില പ്രശ്നങ്ങളാണ്. PM നിയാസിന് അദ്ദേഹത്തിന്റെ ഭാഗമുണ്ട്, അദ്ദേഹത്തിന്റെ നായകനുണ്ട്. അതൊരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം എന്താ വെച്ചാല് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മന്ത്രിസഭയിൽ ഇങ്ങനെ തീരുമാനിക്കാൻ പറ്റുമായിരുന്നില്ല. KM ഷാജി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. KM ഷാജി ഒറ്റ മിനിറ്റ്. KM ഷാജി ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു മിടുക്കനായ ഒരാളാണ്, അദ്ദേഹത്തെ നിയമിച്ചതിൽ തെറ്റുമില്ല. പറഞ്ഞത് ലീഗ് പ്രതിനിധിയാണ്. അപ്പൊ ലീഗ് പ്രതിനിധി അത് സംഖ്യയെന്നോ അല്ലെങ്കിൽ RSS ബന്ധമെന്നോ ആരോപിച്ചിട്ടില്ല. നിയാസിന്റേതായ വാദങ്ങളുണ്ടെന്ന് അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനൊപ്പം CPM പറയുന്ന ചില സപ്പോർട്ടിംഗ് ഉണ്ട്. സപ്പോർട്ടിംഗ് എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവര് പറയേണ്ടതല്ല അവര് പറയുന്നത്. അവര് പറയുന്നത് നിയാസ് പറഞ്ഞു എന്നാ. അവർക്കൊരു അഭിപ്രായമില്ലേ? അവർക്ക് എന്താ അഭിപ്രായം? മാറ്റണോ മാറ്റണ്ടേ? ശരി.